കോടാനുകോടി അമുക്കിയ അവതാരങ്ങൾ പിണറായിക്കിട്ട് പണിതു. ക്യാപ്റ്റൻ യുഗത്തിന് അന്ത്യം കുറിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുട്ടൻ പണിയെന്ന സൂചന. പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കാൻ CPM-നുള്ളിൽ നിന്ന് തന്നെ രഹസ്യ പദ്ധതി തയ്യാറാക്കിയതായി സൂചനകൾ. ദേശാഭിമാനി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് CPM-ൽ നടന്ന വൻ കാലുവാരലിലേക്ക് വിരൽ ചൂണ്ടുന്നത്. മുൻപ് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും CPM-ന്റെ മാനേജ്മെന്റ് ചുമതലകൾ വഹിച്ചയാളാണ് ശക്തിധരൻ. അതിനാൽ CPM-ന്റെ കാലുവാരൽ ശക്തിധരന് നന്നായി അറിയാം. പിണറായിയോട് പരസ്യമായി ചേർന്ന് നിൽക്കുന്നവരിലേക്കും സംശയവിനൽ നീളുകയാണ്. കോടാനുകോടി അമുക്കി അവതാരങ്ങൾ പിണറായിക്കിട്ട് പണിതു, സഹതാപം തോന്നുന്നു എന്നാണ് FB പോസ്റ്റിലെ വരികൾ. CPM-ന്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് അടിമുടി പാളിയെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയനും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും തമ്മിലുള്ള അകൽച്ച പരസ്യമായ രഹസ്യമാണ്. ഗോവിന്ദനെ മുൻനിർത്തി പിണറായി കളിച്ച കളികൾ നേതാക്കൾക്കിടയിൽ വലിയ ചേരിതിരിവാണ് ഉണ്ടാക്കിയത്. ഇതാണ് പല നേതാക്കളും പ്രചാരണത്തിൽ സജീവമാകാതിരിക്കാൻ കാരണം. SDPI-യുടെ അടക്കമുള്ള വർഗീയ വോട്ട് നേടാനുള്ള പിണറായിയുടെയും സംഘത്തിന്റെയും വഴിവിട്ട കളികളിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. എന്നാൽ ഇവർ പേടിച്ച് വായ തുറക്കുന്നില്ലെന്ന് മാത്രം. MA നികേഷ് കുമാർ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയവർ പാർട്ടിയുടെ പരാജയം കൃത്യമായി ഉറപ്പാക്കിയെന്നും അടക്കം പറച്ചിലുകളുണ്ട്. തനിക്ക് ശേഷം മരുമകൻ മുഹമ്മദ് റിയാസ് ആയിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് പിണറായിയുടെ കട്ടായം. ഇതിന് തടസ്സം നിൽക്കാതിരിക്കാനാണ് MV ഗോവിന്ദന്റെ ഭാര്യയെ പിണറായി നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ.